മറ്റൊരു CCTV ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഒരു മോഷണത്തിന്റെ കാര്യം വീട്ടുകാർ അറിഞ്ഞ വാർത്തയിലേക്കാണ്. കൊച്ചി ആലങ്ങാടാണ്. ആളില്ലാത്ത വീട്ടിൽ മോഷണം നടന്നു. അവിടെ നിന്ന് ചെമ്പ് പാത്രവും നിലവിളക്കും മൊബൈൽ ഫോൺ തുടങ്ങിയവയൊക്കെ മോഷണം പോയി. മോഷ്ടാക്കൾ CCTVയിൽ പെട്ടതോടെയാണ് ഈ വീട്ടുകാർ സംഭവം അറിഞ്ഞത്. ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, ഇതെപ്പോൾ നടന്ന സംഭവമാണ്? ഈ CCTV ദൃശ്യങ്ങളിൽ 3 പേരെന്ന് മനസ്സിലാക്കുന്നു. സംഘമായെത്തി മോഷണം നടത്തി ഇവർ മടങ്ങിയതായി മനസ്സിലാക്കുന്നു. പോലീസിന് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ആലങ്ങാട് ഒളനാട് വർഗീസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഈ വർഗീസും കുടുംബവും വിദേശത്തായിരുന്നു. മൊബൈലിലൂടെയാണ് ഈ CCTV ദൃശ്യങ്ങൾ കണ്ടത്. കാരണം 3 പേർ അവിടെ വന്നു പോകുന്നുണ്ട്. അതിൽ 2 പേർ യുവാക്കളും ഒരാൾ അല്പം പ്രായമായ ആളുമാണ്. അപ്പോൾ തന്നെ മോഷണമാണ് ഉദ്ദേശം എന്ന് ഈ വീട്ടുടമയ്ക്കടക്കം മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലുള്ള സഹോദരന് വിവരം അറിയിച്ചു. സഹോദരനും എത്തി. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. അങ്ങനെ ആദ്യഘട്ടത്തിലെ പരിശോധനയിലാണ് ഈ ചെമ്പ് പാത്രവും നിലവിളക്കവും മറ്റും മോഷണം പോയതായി ബോധ്യമായിട്ടുള്ളത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഈ മോഷ്ടാക്കളുടെ ശല്യം കൂടുതലാണെന്നും അതിനാൽ തന്നെ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവും ജനങ്ങൾക്ക് ഉണ്ട്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളിൽ 3 പേർ കുടുങ്ങിയതോടുകൂടിയാണ് ഈ വിദേശത്ത് നിന്ന് ഉടമയടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ മോഷണം വീട്ടിൽ നടന്നിട്ടുണ്ടെന്ന കാര്യം അവർക്ക് ബോധ്യമാകുന്നത്. ശരി, രാഗനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജൂലൈ 19 നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.